എന്നാൽ പാപമില്ലാത്തവനായി പരിശുദ്ധനായി കന്യകയുടെ മകനായി ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ഒരു ചരിത്ര പുരുഷനുണ്ട്. അവന്റെ പേരാ കർത്താവായ യേശു ക്രിസ്തു. അവൻ പാപമില്ലാത്തവനായിട്ട് ജനിച്ചു. ആ യേശു ക്രിസ്തു ജനിക്കുന്നതിന് 750 പരം വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാരിലൂടെ എഴുതപ്പെട്ടു, പാപങ്ങൾ നമ്മളെ രക്ഷിക്കുവാൻ ഒരു ദൈവപുത്രൻ വരും, അവൻ ബേത്ലഹേമിൽ ജനിക്കും. അതിനുശേഷം അവൻ ശുശ്രൂഷ തികച്ചതിന് ശേഷം കാൽവറി ക്രൂശിൽ മാനവജാതിയുടെ പാപത്തിന്റെ ഭാണ്ഡക്കെട്ടുമായി കയറിപ്പോയി എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവൻ കാൽവറിയിൽ പാപത്തിന്റെ ശമ്പളമായ മരണം ഏറ്റെടുക്കുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് വളരെ വ്യക്തമായി പറയുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് അനേക വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ഇന്ന സ്ഥലത്ത് ജനിക്കും, യഹൂദിയിലെ ബേത്ലഹേമിൽ ജനിക്കുമെന്നും കാൽവറിയിൽ പിടഞ്ഞു മരിക്കുമെന്നും തിരുവെഴുത്ത് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഇതുപോലെ തിരുവെഴുത്തുകളാൽ എഴുതപ്പെട്ട് അവന്റെ ജനനം, ശുശ്രൂഷ, മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് എല്ലാം വ്യക്തമായി ഇതുപോലെ എഴുതപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു മതത്തിന്റെ സ്ഥാപകന്റെ ജീവിതത്തിലും ഇതുപോലുള്ള ഒരു സംഗതി നമുക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ പ്രിയമുള്ളവരെ, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു മതം സ്ഥാപിക്കുവാനല്ല. അനേക മതങ്ങളുള്ളപ്പോൾ ഒരു ക്രിസ്തീയ മതം കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയല്ല യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. മനുഷ്യന്റെ അടിസ്ഥാന വിഷയമായ മനുഷ്യരെ കൊണ്ട് അധമമായ പാപങ്ങൾ ചെയ്യിപ്പിക്കുന്ന മദ്യപാനത്തിലേക്കും വ്യഭിചാരത്തിലേക്കും ദോഷപ്രവൃത്തികളിലേക്കും കുടുംബ തകർച്ചയിലേക്കും മനുഷ്യനെ കൊണ്ടുപോകുന്ന പാപത്തെ കൈകാര്യം ചെയ്യുവാനാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി ഇവിടെ വന്നത്. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദൈവത്തോട് കൂടെ ഇരുന്നവൻ ഈ ഭൂമിയിലേക്ക് ഒരു കന്യകയുടെ മകനായി ഇവിടെ ജനിച്ചു. നമ്മളിലുള്ള പാപത്തിന്റെ സ്വാധീനം യേശുക്രിസ്തുവിൽ ഇല്ല. കാരണം അവൻ ഉയരത്തിൽ നിന്ന് ജനിച്ചവനാ, പാപമില്ലാത്തവനായ പരിശുദ്ധനായ ദൈവപുത്രൻ മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന് എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ ഭാണ്ഡക്കെട്ട് ഏറ്റെടുത്ത് എനിക്ക് നിങ്ങൾക്കും വേണ്ടി പാപത്തിന്റെ ശമ്പളമായ മരണം കാൽവറി ക്രൂശിൽ മരിച്ചു. പ്രിയമുള്ളവരെ, ഈ അധമ പ്രവൃത്തികൾ നമുക്ക് വിടണമെന്നുണ്ടെങ്കിൽ പാപത്തെ ജയിച്ച യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കുവാൻ ഇടയായി തീർന്നാൽ പ്രിയമുള്ളവരെ, ഈ പാപ സ്വഭാവങ്ങളെ ജയിക്കുവാൻ കഴിയും.